ഹായ് കൂട്ടുകാരെ, കോട്ടയം ജില്ലയിലെ കുമരകത്തുള്ള ബേർഡ് സാഞ്ചുറിയിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ജൂൺ മാസത്തിലാണ് ഞങ്ങളവിടെ പോയത്. കോട്ടയം ടൗണിൽ നിന്നാണ് ഞങ്ങൾ കുമരകത്തേക്ക് പോയത്. ചെങ്ങളമൊക്കെ ആകുമ്പോഴത്തേക്കും രണ്ട് വശത്തും കണ്ടത്തിൽ വെള്ളമൊക്കെ നിറഞ്ഞ് ഇതുപോലെയാണ് കിടക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ വഴിയുള്ള യാത്രയൊക്കെ. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കുമരകം ബേർഡ് സാഞ്ചുറിയിൽ പോകണമെന്ന്. ഇപ്പോഴാണ് അതിന് സാധിച്ചത്. കോട്ടയം ടൗണിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്. അരമണിക്കൂറത്തെ യാത്ര. ഞങ്ങൾ രാവിലെ ഒരു 10:30 ആയപ്പോഴാണ് അങ്ങോട്ട് യാത്ര തിരിച്ചത്. മെയിൻ റോഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കുമരകം ബേർഡ് സാഞ്ചുറി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാം. ബോട്ട് സർവീസ് ഒക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് കുറേ പേര് പുറത്ത് നിൽപ്പുണ്ട് ബോട്ടിൽ പോകണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഞങ്ങൾ അതൊന്നും ചൂസ് ചെയ്തില്ല. അവിടെ കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട്. ഇത് കണ്ടോ, ഇത് ഇവർ മുള കൊണ്ടാണ് കെട്ടിയേക്കുന്നത്. ഇതിനകത്ത് കയറി നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത്. നല്ല രസമുണ്ട് ഇതിലെ ചുറ്റി നടന്ന് കാണാനൊക്കെ. ഞങ്ങളൊരു ശനിയാഴ്ചയാണ് പോയത്. അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. നമുക്ക് സ്വസ്ഥമായിട്ട് നടന്ന് കാണാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. രാവിലെ 6:30 മുതൽ വൈകിട്ട് 4:30 വരെയാണ് നമുക്കിവിടെ പോകാൻ പറ്റുന്നത്. ടിക്കറ്റ് ഒരാൾക്ക് 100 രൂപയാണ് വരുന്നത്. പാർക്കിംഗ് ഫീസും ഉണ്ട്. 2 വീലറിനാണെങ്കിൽ 20 രൂപയും കാറിനൊക്കെ ആണെങ്കിൽ 30 രൂപയാണ്. അവിടെ തന്നെ കഫേയുണ്ട്. പിന്നെ ഇത് ഒരു സൈഡിലേക്ക് നമുക്ക് 2.5 കിലോമീറ്ററോളം ഏകദേശം നടക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു 5 കിലോമീറ്റർ കാണും നടക്കാൻ. പോകുന്ന വഴി ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു. എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പോയി വരാൻ പറ്റി. ഇവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിക്കണം. അതിനുശേഷമാണ് നമ്മൾ ഈ വലതുവശത്തോട് ഉള്ളിലേക്ക് കയറുന്നത്. കുറച്ച് നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് ഇതിനകത്ത് കയറുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇടയ്ക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും കൈ കരുതുന്നത് നല്ലതായിരിക്കും. പോകുന്ന വഴി പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇടാൻ വേണ്ടി ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമ്മൾ മാക്സിമം ഇടാൻ ശ്രമിക്കുക. ഞങ്ങൾ പോകുന്നതിന് ഒരാഴ്ച മുന്നേ വരെ അത്യാവശ്യം നല്ല മഴയുള്ള സമയമായിരുന്നു. കുറച്ചും കൂടെ നടന്ന് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വള്ളവും ഹൗസ് ബോട്ടും ഒക്കെ കാണാൻ സാധിക്കും. ഇത്തിരി ഏറെ ദൂരം നടക്കാനുണ്ടെങ്കിലും നമുക്ക് ഒരു മടുപ്പും തോന്നാതെ നടന്ന് പോകാൻ പറ്റും. ഇടയ്ക്ക് ഞങ്ങൾ ഒരു പക്ഷിയാണ് കണ്ടത്. പക്ഷിയുടെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പോകുന്ന വഴിക്കൊന്നും അങ്ങനെ കാണാൻ വേണ്ടി കിട്ടിയിട്ടില്ല. പിന്നെ പോകുന്ന വഴിയിൽ നമുക്ക് മരത്തിൻ്റെ വേരുകളും ശിഖരങ്ങളും ചെറിയ ബെഞ്ചുകളും ഒക്കെ ഇട്ടേക്കുന്ന കാണാം. അവിടെയൊക്കെ നമുക്ക് ഇടയ്ക്ക് ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോകാം. പല സ്ഥലത്തും അവിടെ ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ടാണ് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞത്. നടക്കുമ്പോൾ സൂക്ഷിക്കണം. ഇഴജന്തുക്കളെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ഇഴജന്തുക്കളെ ഒന്നും കണ്ടിരുന്നില്ല. നമുക്ക് നന്നായി റിലാക്സ് ചെയ്ത് നടക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇത്. കൂടെ പക്ഷികളുടെ കലവിലയും കൂടി ആകുമ്പോഴത്തേക്കും മനസ്സിന് തന്നെ ഒരു സമാധാനം തോന്നും. നമ്മൾ പോകുന്നതിൻ്റെ 2 വശത്തും പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വേമ്പനാട്ട് കായലിൻ്റെ തീരത്തായിട്ടാണ് ഈ ബേർഡ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത്. പകുതി ദൂരം പിന്നിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേമ്പനാട്ട് കായലിൻ്റെ തീരത്തായിട്ട് എത്തും. അവിടെ കുറച്ച് ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ കുറേ നേരം ഇരുന്ന് വിശ്രമിച്ചിട്ട് ബാക്കി നടക്കാം. ആ സമയം അതിലെ കുറേ ഹൗസ് ബോട്ടുകൾ പോകുന്നതും ഒക്കെ നമുക്ക് കാണാം. അവിടെ ഇരിക്കുമ്പോൾ നല്ല കാറ്റും ഒക്കെയാണ്.
അവിടുന്ന് നമ്മൾ പോകുന്നത് വാച്ച് ടവറിലേക്കാണ്. നമ്മൾ വാച്ച് ടവറിലേക്കാണ് ശരിക്കും പോകേണ്ടത്. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്ക് പക്ഷികളെയൊക്കെ കൂടുതൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഏത് മാസം ചെന്നാലും നമുക്ക് പക്ഷികളെ ഒന്നും അങ്ങനെ കാണാൻ പറ്റില്ല. സീസൺ അനുസരിച്ച് ചെന്നാൽ മാത്രമേ കാണാൻ പറ്റൂ. അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളൊക്കെ. ഇത്രയും നേരം നമ്മൾ നടന്ന അത്രയും ദൂരം തന്നെയുണ്ട് ഏകദേശം വാച്ച് ടവറിലേക്കും. അങ്ങോട്ടുള്ള വഴിയും നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെയാണ്. അവിടെയും പോകുന്ന വഴിക്ക് മരത്തിൻ്റെ വേരുകളും ശിഖരങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് വിശ്രമിക്കാൻ വേണ്ടി. ശരിക്കും 2 വാച്ച് ടവർ ഉണ്ട്. പക്ഷെ ആദ്യം കാണുന്ന വാച്ച് ടവർ ഒരു പൂട്ടിയിട്ടേക്കുക, അതിൽ നമുക്ക് കയറാൻ സാധിക്കില്ല. കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു കഴിയുമ്പോഴത്തേക്കും വേറൊരു വാച്ച് ടവർ ഉണ്ട്, അതിലാണ് നമ്മൾ കയറുന്നത്. തുരുമ്പൊക്കെ എടുത്തായിരിക്കുന്നത്, നമ്മൾ സൂക്ഷിച്ചൊക്കെ ഒന്ന് കയറണം. കയറി കുറച്ച് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് പക്ഷികളെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇച്ചിരി ദൂരെയായിട്ടാണ് കാണുന്നത്. അകത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ പലരും ഇങ്ങനെ പേരും അങ്ങനെ ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ സുഖമായിട്ട് നിന്ന് നമുക്ക് ദൂരെയുള്ള പക്ഷികളെ കാണാനും അവരുടെ ശബ്ദം കേൾക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. വളരെ നല്ലൊരു വ്യൂ ആട്ടോ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. പക്ഷെ ഫോണിൽ എടുക്കുമ്പോഴത്തേക്കും അത്രത്തോളം അങ്ങ് പകർത്താൻ പറ്റുന്നില്ല. നേരിട്ട് നോക്കുമ്പോഴത്തേക്കും അത്രയും മനോഹരമായി ഇവരുടെ ഈ സൗണ്ടും ഈ കാണാനും. പലതരത്തിലുള്ള പക്ഷികളാണ്, ദേശാടനക്കിളികളാണിവ. ആ സമയം നല്ല മഴക്കാറും കൂടി ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തരുന്നുണ്ടായിരുന്നു. ഇത്തിരിയേറെ ദൂരെ കേട്ടോ അവർ, അതുകൊണ്ട് തന്നെ നമുക്ക് സൂം ചെയ്താലും അത്രയ്ക്ക് അങ്ങോട്ട് ഫോണിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പം ശരിക്കും നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. എത്ര നേരം വേണേലും നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നിപ്പോകും. കുറേ ആൾക്കാർ ആ വേമ്പനാട്ടിൻ്റെ തീരത്ത് വരെ വന്നിട്ട് തിരികെ പോകുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് വരുന്നില്ല, കാരണം ഇത്രയും ദൂരം നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ഇവിടം വരെ വന്നാലേ ഈ ബേർഡ് സാഞ്ചുറി വന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. കുമരകം ബേർഡ് സാഞ്ചുറിയിൽ വന്നിട്ടുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.